പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ കോഴിക്കോട് തളി ശിവക്ഷേത്രത്തിൽ നിന്നും ആനന്ദ് പുതൂർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ആനന്ദ്, അവിടെ നിന്നുള്ള ശിവരാത്രി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എത്രത്തോളം ഭക്തജന തിരക്കുണ്ട്? എന്താണ് വിവരങ്ങൾ? വിലപിടിപ്പുള്ള സാധനങ്ങൾ ഭക്തജനങ്ങൾ പ്രത്യേകമായി ലക്ഷ്മി, കേരളത്തിലെ പുരാതന ശിവക്ഷേത്രങ്ങൾ, അതായത് 108 ശിവക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 തളി ക്ഷേത്രങ്ങളിലെ ഒന്നായ തളി ശിവക്ഷേത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോഴിക്കോട് ചാലപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനും ശിവനും തുല്യ പ്രാധാന്യം നൽകുന്ന പ്രതിഷ്ഠകൾ തന്നെയാണ് ഈ കോഴിക്കോട് തളി ക്ഷേത്രത്തിലുള്ളത്. മാത്രമല്ല, തുല്യ പ്രാധാന്യത്തിൽ തന്നെ ശ്രീകൃഷ്ണനും ഉണ്ടെന്ന് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. ഉപദേവതകളായി ഗണപതി, ദൈവങ്ങൾ എല്ലാം, ഭഗവതികളെല്ലാം ഇവിടെ പ്രതിഷ്ഠയുണ്ട്. നമ്മോടിപ്പം ഇപ്പോൾ ചേരുന്നത് ക്ഷേത്രത്തിന്റെ തന്ത്രി ശ്രീ ചേന്നാസ് ശങ്കരനാരായണപുരമാണ്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ നേരിട്ടറിയാം. തിരുവേനി, നമസ്കാരം. ഇന്ന് എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ? ശിവരാത്രി എന്ന് പറഞ്ഞാൽ ശിവന്റെ പ്രധാനമായിട്ടുള്ള ഭാരതം മുഴുവൻ ശിവരാത്രി. കേരളത്തില് തൃശ്ശൂർ വടക്കുന്നാഥൻ, മലബാറിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അമ്പലം എന്താ? ഇവിടെ ഓരോ കൊല്ലം തിരക്ക് കൂടി വരികയാണ് ആളുകളൊക്കെ. ഞാൻ 14ാമത്തെ വയസ്സിൽ വന്നു തുടങ്ങിയിരുന്നു ഇവിടെ. അന്നൊക്കെ ഇത്ര തിരക്കൊന്നുമില്ല. ഇപ്പൊ കണ്ടമാനം തിരക്ക്, അത്രയും ജനങ്ങൾ വന്ന് കൂടുന്നുണ്ട്. കേരളത്തിലെ അധികം ശിവക്ഷേത്രം ഇവിടെ. പിന്നെ ഇവിടെ ഉത്സവമുണ്ട് വിഷുവിന്. ശിവനും വിഷ്ണുവിനും ഉണ്ട് തുല്യ പ്രാധാന്യമായിട്ടുള്ള ഉത്സവമുണ്ട് ഇവിടെ. കൊടിയേറി കണി വിഷുവിന്റെ തലേസാണ്. ഇന്ന് ശിവരാത്രിയോടനുബന്ധിച്ച് എന്തൊക്കെ പ്രത്യേക പൂജകളാണ് അമ്പലത്തിൽ? വൈകുന്നേരം ഇപ്പൊ രാവിലെ ഉച്ചപൂജയ്ക്ക് ഒരു 108 കലശാഭിഷേകം ഉണ്ട്. രാത്രി പഞ്ചദ്രവ്യം, കുറച്ച് 5 ദ്രവ്യങ്ങളായിട്ടുള്ള 5 പൂജയുണ്ട് രാത്രി. പാല്, തൈര്, നെയ്യ്, ഇളനീര്, ശുദ്ധജലം, അങ്ങനെ 5 സാധനമാണ് വൈകുന്നേരം. അത് 5 പൂജയായിട്ടാണ് രാത്രി. രാവിലെ 108 കലശം ആയിട്ടുള്ള പൂജ വേറെയുണ്ട്. എന്താണ് പ്രധാനമായിട്ടുള്ളത്? നമ്മളോടൊപ്പം ചേർന്ന് ഈ ക്ഷേത്രത്തിന് മാത്രമല്ല പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെയും തന്ത്രിയാണ് അദ്ദേഹം. എന്തായാലും മറ്റ് ശിവക്ഷേത്രങ്ങളെ പോലെ തന്നെ കോഴിക്കോട് തളി ക്ഷേത്രവും ശിവരാത്രിയോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയാണുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട, അതായത് ചരിത്രം, ഐതിഹ്യം പറയുകയാണെങ്കിൽ പരശുരാമൻ തന്നെയാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ച് എന്ന് തന്നെയാണ് വിശ്വാസം. അതായത് പരശുരാമ പ്രതിഷ്ഠയായ 4 തളികളിൽ ഒന്നാമത്തെ തളിക്ഷേത്രം തന്നെയാണ് ഈ കോഴിക്കോട് തളിക്ഷേത്രം. പരശുരാമൻ തന്റെ തപശക്തിയാൽ പ്രത്യക്ഷപ്പെടുത്തിയ ഉമാമഹേശ്വരന്മാർ, അതായത് ശിവനും പാർവതിയും ധ്യാന രൂപത്തിൽ തളിക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം വരുന്നത്. ദ്വാപരയുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ പരശുരാമൻ തന്റെ ദിവ്യമായ തപസ്സിന്റെ ഫലമായി ഉമാമഹേശ്വരന്മാർ ജ്യോതിഷ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ ജ്യോതിർലിംഗമായി പരിണമിക്കുകയും ചെയ്തു എന്നാണ് ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം. അത് മാത്രമല്ല, ഈ ക്ഷേത്രം ചുറ്റിപ്പറ്റി മറ്റ് പല ഐതിഹ്യങ്ങളുണ്ട്. ഇവിടുത്തെ ഗണപതിയെ പ്രതിഷ്ഠിച്ചത് നാരായണത്തുറാണെന്നാണ് മറ്റൊരു ഐതിഹ്യം. ജന്മി വൈരങ്ങളും ശാപങ്ങളും ശാപമോക്ഷങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളുടെ ഭാഗമാണ്. ക്ഷേത്രത്തിന്റെ പ്രതാപകാലത്ത് ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന രേവതി പട്ടത്താനം എന്ന തർക്ക സദസ്സ് നിലനിന്നിരുന്നു. ഈ മലയാളത്തിലെ തുലാമാസത്തിലായിരുന്നു ഈ മഹാമഹം നടന്നിരുന്നത്. പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് ഈ സമയത്ത് വിരുന്നുകളും സമ്മാനങ്ങളും നൽകിയിരുന്നു. നാരായണീയത്തിന്റെ രചയിതാവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിൽ ഈ ഉത്സവത്തിൽ സമ്മാനങ്ങൾക്കും ബഹുമതികൾക്കും പാത്രമായിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഈ ഒരു ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഇന്നാണ് അതിന്റെ ഒരു സമാപനം വരുന്നത്. തിരുമേനി പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ തന്ത്രി പറഞ്ഞതുപോലെ തന്നെ 100 കണക്കിന് ഭക്തരാണ് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, യെസ് മഹാദേവ്, ശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. ശ്രീകണ്ഠേശ്വരത്ത് നിന്നും ആലുവ ശിവക്ഷേത്രത്തിൽ നിന്നൊപ്പം തന്നെ തളി മഹാദേവ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു.